Good morning, Namaste, Pranam to all brothers and sisters. I am Dr. Divagaran Cochin. My subject is medical science and astrology. Today I am going to speak about the cure of diabetic mellitus. പ്രമേഹ രോഗം മനുഷ്യനെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കാൻ ഇടവരുത്തുന്ന ഒരു രോഗമാണ് പ്രമേഹം. പ്രമേഹം ടൈപ്പ് 2. ഇത് പാരമ്പര്യമായിട്ട് പ്രമേഹ രോഗമുണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ അവരിൽ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ പ്രമേഹം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ഈ ഇൻസിഡൻസ് ഓഫ് ഡയബറ്റിക് മെലൈറ്റിസ് ഇൻ അഡൾട്ട്സ്, ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ക്യൂർ by certain figures of: 1 is yogasana, 2 mudras, 3 raw juice of Corolla, bitter curd, and special diets, nature cure. And don't take the overall food. ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെ യോഗികളായിട്ടും, 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെ ഭോഗികളായിട്ടും, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളെ രോഗികളായിട്ടുമാണ് പറയുക. 3-ലധികം സമയം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ദ്രോഹികളായിട്ടാണ് പറയുക. ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ നേരിടാൻ എങ്ങനെയെല്ലാം നേരിടാം? യോഗ ആസനാദികളിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. യോഗശാസ്ത്രം അതിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലി മഹർഷിയാണ്. Diabetes is of 5 types: diabetes mellitus, diabetes insipidus, diabetes neuropharyngeal insipidus, and juvenile onset diabetes, and the maturity onset diabetes. Diabetes mellitus indicates scanty secretion of insulin from insect cells of pancreas, causes impairment of sugar metabolism in the system, less production of energy in the body due to improper functioning of the cells of the pancreas. പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന മന്ദത മൂലം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, ഫാറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതായ കാർബോഹൈഡ്രേറ്റ്സ് വേണ്ട രീതിയിൽ അത് പാൻക്രിയാസിൻ്റെ പ്രവർത്തനം വേണ്ട രീതിയിലാകാത്തതുകൊണ്ട്, വേണ്ട തരത്തിലുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് അത് എന്തു പറ്റുന്നു സംഭവിച്ചാൽ നമ്മളിൽ ചെല്ലുന്നതായ ഭക്ഷണം ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയും രോഗിക്ക് ഭയങ്കരമായ ക്ഷീണവും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുവാനായിട്ട് ഇടയുണ്ട്. പർട്ടിക്കുലർലി ഇത് മെറ്റോർട്ടി ഓൺസെറ്റ് ഒരു വിഷയം, ഒരു മരുന്ന് എന്ന് വെച്ചാൽ തലേ ദിവസം 1 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ടിട്ട് നേരം പുലരുമ്പോൾ അത് നല്ലവണ്ണം വേവിച്ചിട്ട് ഉലുവയും വെള്ളവും കൂടി കഴിക്കുക. മറ്റൊന്ന് ഗൂസ്ബെറി ജ്യൂസ്. നമ്മുടെ ചുറ്റു കാണുന്ന നെല്ലിക്ക, ഈ നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുകയും ആ നീരിൽ ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കുകയും ചെയ്യുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. You have to take some gooseberry juice with some turmeric powder and drink in the morning, empty stomach. And you have to walk at least 2 to 3 kilometers per day, and you have to get the sunlight in the morning and evening. Or you have to go to the temple and the banyan tree. You have to pradikshan there. ക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുന്നതായ ആളുകൾക്ക് ക്ഷേത്രത്തിലുള്ളതായ ആൽവൃക്ഷത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സൂര്യപ്രകാശം തട്ടുവാനും വൈറ്റമിൻ എ ആൻഡ് ഡി ശരീരത്തിൽ ലഭിക്കുവാനൊക്കെ ഇടവരും. According to the selected
3 yogasanas. The Surya Namaskar asana, then Bhujangasana, Paschimodhyana asana, Yoga Mudra, Sagaja Agnisar Mudra, Udain Bandha Mudra. Under the astrological patterns, the horoscope examinations gave the clue towards talented. ജാതകത്തില് വ്യാഴം പാപഗ്രഹത്തോടുകൂടി നിൽക്കുക. നവാംശകം, വ്യാഴത്തിൻ്റെ നവാംശം പാപഗ്രഹത്തിൻ്റെ കൂടെ വരിക, പാപരാശിയിൽ വരിക. ധനുരാശിയിൽ ജനിക്കുക, ധനുരാശിയിൽ പാപഗ്രഹങ്ങൾ വരിക, അഷ്ടമഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരിക. കന്നി രാശിയിൽ ജനിക്കുക, കന്നി രാശിയിലെ പാപഗ്രഹങ്ങൾ വരിക. ശുക്രന് പാപയോഗം വരിക. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഡയബറ്റിക് മെലറ്റിസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. The out of the patients, 7% were female and 93% female. The number of cases were more of well-off category of high socio-economic status, percentage of which worked out being 93% and the rest 7% were of middle socio-economic status. It is observed that incidence mounted up in the urban areas of the sophisticated city life. People of age group of 40 to 49 years were predominant. The 2 patients were injected. Some are using the insulin to prevent sugar. More or less, you have to walk at least 2 to 3 kilometers per day, and you have to get the sunrise. The exercise like this, clapping your hands in 10 times and clap the here and here also clap and here also in both hands. That will give energy to your body. After the treatment with the methods described in the research paper, so the Yoga Shastra can also prevent the diabetic. Mudras are our body has 6 adharas and 108 marma points. The rishis who made 108 mudras into 108 mudras, 108 marma points, our rishis made 108 mudras. So mudras are very important, and our body, 72,000 nerves are there. 72,000 ഞരമ്പുകളും 108 മർമ്മസ്ഥാനങ്ങളുമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനമാണത്. ഇതിനെ ആജ്ഞാചക്രം എന്നൊക്കെയാണ് പറയുക. ഭൂമധ്യം അഥവാ ആജ്ഞാചക്രം എന്ന് പറയുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതായ എല്ലാ 72,000 ഞരമ്പുകളുടെ പ്രധാന സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ഈ നടക്കുക, സൂര്യപ്രകാശം കൊള്ളുക, നടക്കുക, ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ, വീടിനകത്ത് കുത്തിയിരിക്കുന്ന ആളുകൾ, ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എല്ലാ ഗ്രന്ഥികൾക്കും ക്ഷീണം അനുഭവപ്പെടുവാനായിട്ട് ഇടയുണ്ട്. ശരീരത്തിലെ ദഹനേന്ദ്രിയത്തിന് കുഴപ്പമുണ്ടാകുന്നതിന് മൂലം ദഹനം നടക്കാതെ വരുവാനിടയുണ്ട്. നെർവസ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടാകുന്നതുകൊണ്ട് നാഡീവ്യൂഹത്തിനെല്ലാം കുഴപ്പങ്ങളുണ്ടാകും. മറ്റൊന്ന്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടാകുക, നെർവസ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടാകുക. ചിലർക്ക് കിഡ്നി ഫെയിലറായി പോകുവാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഹൃദയാഘാതം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. കുറേ നാൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹൃദയത്തിലുള്ള കൊറോണറി ആർട്ടറി ബ്ലോക്ക് ആകുവാനും അങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകാനും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ചിലർക്ക് തലച്ചോറിലേക്കുള്ള ബ്ലഡ് ക്ലോട്ടാവാനൊക്കെ വരികയും അങ്ങനെ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കാനൊക്കെ ഉണ്ട്. ചിലരുടെ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനും അതിനെ തുടർന്ന് അവർക്ക് മറ്റ് വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. Total 15 persons suffering from diabetic mellitus having positive levels of blood sugar
were taken for study and research and keep under the one is 47 showed complete relief within 1.5 years. 33% showed complete relief with 2.5 years, and 13% showed remarkable relief after they are taking the gooseberry juice ആൻഡ് ആൾസോ ദി ഉലുവയുടെ നീര് കുടിക്കുന്നത് നല്ലതാണ്. പാവയ്ക്ക നീര് കുടിക്കുന്നത് നല്ലതാണ്. പതിവായിട്ട് ഒരു ഗ്ലാസ് പാവയ്ക്ക നീര് കഴിക്കുകയും മധുരമുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുകയും എക്സസൈസും യോഗയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രമേഹം 100% മാറിക്കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. Thank you very much. If you like my subject, please subscribe it and the bell button switch on. I'll come tomorrow with other subject.